Good morning, all. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചു നോക്കിയിരുന്നോ? നമ്മൾക്ക് എടുത്ത് തുടങ്ങാനുള്ളത് ഇനി കളക്റ്റീവ് ബാർഗൈനിങ് ആണ് അല്ലേ? അധികം ലേറ്റ് ആക്കണ്ട അല്ലേ? നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നോക്കാം. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കളക്റ്റീവ് ബാർഗൈനിങ് ആണ് നമുക്ക് എടുത്ത് തുടങ്ങേണ്ടത്. കളക്റ്റീവ് ബാർഗൈനിങ് തീർച്ചയായിട്ടും എന്തായാലും അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തത് കൊണ്ട് എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മള് ഡിഫറെന്റ് ക്ലാസ്സുകളിൽ അല്ലെ ട്രേഡ് യൂണിയനിലൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എംപ്ലോയീസിന്റെ റൈറ്റ്സുകൾ അവരുടെ പ്രോബ്ലംസുകളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത് ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന ഒരു പ്രോസസ്സിലൂടെയാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. സോ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് എടുത്ത് പറയുന്ന കാര്യം. The concept of a collective bargaining was first originated by Sidney and Beatrice Weber in Britain and also by Bombas in USA. Okay, അത് originated അല്ലേ? ഇത് എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് എവിടെയാണ്? സിഡ്നി എന്താണ് ബിയാട്രിക് വെബർ ബ്രിട്ടനിലാണ്, അവിടെ US ആ ഒരു ചേംബറിലാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. Then the term collective bargaining can be split into two words, that is collective and bargaining. Okay, രണ്ട് വേർഡുകളിൽ നിന്നാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന ആ ഒരു പദം രൂപകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാം നമ്മള് സൃഷ്ടിക്കലെ എല്ലാം തന്നെ സംഭരിച്ച് എല്ലാ ഇഷ്യൂസും എല്ലാ പ്രോബ്ലംസുകളും എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടാണ് അതിൽ ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെ വിലപേശിക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നത്. It is a collective process because the issues associated with the employment terms and conditions are resolved by the representative of employees and management together. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകൾ അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് അല്ലെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും അവിടെ രംഗത്ത് ഈ ഒരു നെഗോഷിയേഷൻ ചർച്ചയിലൊക്കെ അവരുടെ റെപ്രസെന്റേറ്റീവ് ചെയ്തു വരുന്നത്. ദെൻ അവരെന്താ ചെയ്യുന്നത്? അവരുടെ അല്ലെ പ്രോബ്ലംസ് ഇഷ്യൂസുകൾക്കൊക്കെ എന്താണ് എന്തെങ്കിലും സോൾവ് അല്ലെ ഒരു സൊല്യൂഷൻ അത് കണ്ടെത്തുകയാണ് നടപ്പാക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇരുകൂട്ടർക്കും ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ എന്താണെന്നുള്ളത് ഡിസ്കഷൻ നടത്തിയിട്ട് അവിടെ ഇരുകൂട്ടർക്കും ഇല്ല അല്ലെ ഈ കേസ് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റും തൊഴിലാളികൾക്ക് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂണിയനുകളും റെപ്രസെന്റേറ്റീവ് വരുമ്പോൾ ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ട് അല്ലെ ആർക്കും ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് ആരും തയ്യാറാവില്ല. ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്കാണ് എത്തിപ്പെടുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. Okay, it is a collective process because the issues associated with the employment terms and conditions are resolved. അതുകൊണ്ടാണ് കളക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഇഷ്യൂസുകളെല്ലാം തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് സോൾവ് ചെയ്ത് പോകുന്നത് അല്ലെ. തൊഴിലാളികൾക്ക് വാദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ അവൈലബിൾ ആകുന്നുണ്ട്. അല്ലാതെ തൊഴിലുടമയ്ക്ക് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സജഷൻസ് അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല എന്ത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ വരുന്നത് അല്ലെ. ഇരുകൂട്ടരുടെയും അല്ലെ അവരെ ഇരുകൂട്ടർക്കും എന്തൊക്കെയാണോ അവതരിപ്പിക്കേണ്ടത് അത് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ അവൈലബിൾ ആക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് എന്താണ് ആ ഒറിജിൻ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണെന്നുള്ളത് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ദെൻ അവിടെ രണ്ട് വേർഡ്സുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ് കളക്റ്റീവ് ആൻഡ് ബാർഗൈനിങ് എന്നുള്ളത്. ദെൻ ബോത്ത് ഓഫ് ദം അല്ലെ ഇരുകൂട്ടരുടെയും റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും മിക്കവാറും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ അവിടെ എന്താണ് ഇരുകൂട്ടർക്കും വേണ്ടിയിട്ട് അല്ലെ അവരുടെ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയിട്ട്
representatives ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ, അവിടെ പ്രാവർത്തികമാകുന്നു. So it is a bargaining process because some methods like negotiations, discussions, exchange of facts and ideas are used to solve an issue. Okay, ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മളുടെ എന്തെങ്കിലും ഇഷ്യൂസുകൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത് ഏത് രീതിയിലൊക്കെയാണ്, അല്ലെങ്കിൽ ചർച്ചകൾ സംഘടിപ്പിച്ച് ഡിസ്കഷനുകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെല്ലാം പരസ്പരം കൈമാറി എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു ബാർഗെയിനിങ് പ്രോസസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടപ്പാക്കുന്നത്. ഏത് മെത്തേഡിലൂടെ ആണെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് കൂടി ഒരു ചർച്ച സംഘടിപ്പിച്ചോ അല്ലെ, അതല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ കൈമാറ്റങ്ങളൊക്കെ ചെയ്തോ, ഏത് രീതിയിലാണെങ്കിലും പരസ്പരം എന്താണ് ഇഷ്യൂസുകൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവൈലബിൾ ആണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ തൊഴിലുടമയുടെ അല്ലെ അവര് ഇൻട്രസ്റ്റ് എന്താണ് അത് പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നത്. In collective bargaining, both the parties cooperate to find a solution to the problem as a group rather than as individuals. Okay, നമുക്കറിയാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ അല്ലെ, ഒരു കൂട്ടം എംപ്ലോയീസിന്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് എന്താണ് റെപ്രസെന്റേറ്റീവ് അവിടെ ബാധിക്കുന്നത്. അതേമാതിരി തന്നെ തൊഴിലുടമകളുടെ അല്ലെ, ചിലപ്പോൾ ഒരു പക്ഷേ പാർട്ട്നേഴ്സ് ആയിരിക്കും അവിടെ ബിസിനസ് സ്ഥാപിക്കുന്നതെങ്കിലും ആ തൊഴിലുടമകളുടെയൊക്കെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ഇൻട്രസ്റ്റുകൾക്കൊക്കെ ആയിട്ടായിരിക്കും മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. സോ അവിടെ ഒന്നിച്ചു നിന്നുകൊണ്ട് അല്ലെ പ്രോബ്ലംസുകൾക്ക് സോൾവ് ചെയ്യുകയാണ്, സഹകരണത്തോടു കൂടിയിട്ട് പ്രോബ്ലമുകൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് അവിടെ ചെയ്യുന്നത്. There is no direct confirmation between the groups. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് ഒരു ഗ്രൂപ്പുകൾക്ക് അല്ലെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇൻ കേസ് പരസ്പരം ഇഷ്യൂസിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കണ്ടെത്തി നമ്മൾ കവർ ചെയ്തിട്ടാണ് ഒരു ഫൈനലൈസേഷൻ അല്ലെങ്കിൽ എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെ. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അവിടെ ഒരു തീരുമാനം എടുക്കുകയല്ല ചെയ്ത് റെപ്രസെന്റേറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് ഒരു കൂട്ടം വ്യക്തികളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും അവിടെ നിലകൊള്ളുന്നത്. ഓക്കെ അല്ലേ, എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത്? ാണോ നമുക്കറിയാവുന്ന ഒരു പാഠം തന്നെയാണ്. ടേംസുകളൊന്ന് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, വീണ്ടും നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. In our daily lives, while purchasing vegetables or fruits from the market, everyone included in the negotiations and bargaining with the vendor to fetch the best price. Okay, നമ്മൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പച്ചക്കറി സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ എന്താ, അവര് പറയുന്ന കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുകയല്ല അല്ലെ. ചിലപ്പോൾ നല്ലതാണോ ചീത്തയാണോ അല്ലെ വലിയതാണോ എന്നൊക്കെ നമ്മൾ നോക്കും. അതിന് വില ഇച്ചിരി മോശമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വില വീശും. അതിനുശേഷം അല്ലെ തീർച്ചയായിട്ടും അവിടെ വെണ്ടർ അല്ലെ അവിടെ സെയിൽ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ആവശ്യപ്പെടുന്ന തുകയ്ക്ക് ചേർന്നതാണോ എന്നുണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമർ ആ പൈസ അവർക്ക് കൊടുക്കുകയുള്ളൂ അല്ലെ. അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു ബാർഗെയിനിങ് വരുന്നുണ്ട്. ഇൻ കേസ് ഫ്രഷ് ആയിട്ടുള്ളതാണ് എങ്കിൽ അവർ ചോദിക്കുന്ന കാശ് ന്യായമാണെങ്കിൽ ഒരു പക്ഷെ കസ്റ്റമർ അവിടെ കൊടുത്തിരിക്കും. അതല്ല ഫ്രഷ് അല്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും അവിടെ ഒരു ബാർഗെയിനിങ് പറയും. കാരണം നമുക്കറിയാം ഫ്രഷ് ഇല്ലാത്തതിന് ഇത്രയും വില കൊടുത്ത് മേടിക്കാനായിട്ട് ആ കസ്റ്റമർ തയ്യാറാവുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ബാർഗെയിനിങ് അല്ലെങ്കിൽ ഒരു ചർച്ച ആ ഒരു അറ്റ ടൈമിൽ തന്നെ നടപ്പാകുന്നുണ്ട്. നമുക്ക് സെയിൽ ചെയ്യുന്ന ടൈമിൽ തന്നെ അവിടെ ഒരു ബാർഗെയിനിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് മോശമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അല്ലെ, അപ്പൊ അതിന് ഇത്രയും വില നമ്മൾ കൊടുക്കാനായിട്ട് സന്നദ്ധരല്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സെയില് അവിടെ നടപ്പാക്കുന്നത്. Similarly, various types of negotiations are found in the work environment related to problems of employees, which can be termed as a collective bargaining. Okay, ഇതുമാതിരത്തെ രീതി തന്നെയാണ് ഈ പറഞ്ഞ മാതിരി ഓർഗനൈസേഷനിൽ തൊഴിലാളികളുടെ അല്ലെ അവരുടേതായുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് തൊഴിലുടമയോട് ഇൻ കേസ് ചിലപ്പോൾ സമയം കൂടി തരാനായിരിക്കാം, വർക്കിംഗ് കണ്ടീഷൻസ് അവൈലബിൾ ആകാനായിരിക്കാം, ടൈം അവേഴ്സ് അല്ലെ അതിന് വേരിയേഷൻസ് വരുത്താനായിരിക്കാം. எனவே ഇത് തന്നെയാണെങ്കിലും അവരുടെ പ്രോബ്ലംസുകൾ അവിടെ അല്ലെ തീർച്ചയായിട്ടും ഈ ഒരു ബാർഗെയിനിങ് നേച്ചറിൽ തന്നെയാണ് നേരത്തെ കണ്ട ആ വെജിറ്റബിൾ ഷോപ്പ് ഉടമയോട് അല്ലെ കസ്റ്റമർ ഡീൽ ചെയ്യുന്ന രീതി തന്നെയാണ് ഇവിടെ നടപ്പാക്കുന്നത്. The objective of this process is to establish win-win conditions
of employment for the representatives of employees and employers. Okay, win-win conditions എന്ന് പറയാൻ കാരണം എന്താ? ഇരുകൂട്ടരുടെയും അവകാശങ്ങൾ അല്ലെ, ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എത്തുന്നുണ്ട് അല്ലെ. അവിടെ ഇൻ കേസ് വെണ്ടറും ആ ഒരു കസ്റ്റമറും തമ്മിൽ അവര് പറയുന്നത് ന്യായമായതുകൊണ്ട് ചിലപ്പോൾ സെയിലോടും അല്ലെ, സെയിൽ ചെയ്യുന്ന വ്യക്തി അതിനനുസരിച്ചിട്ട് ന്യായമായി കുറച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇരുകൂട്ടരുടെയും ന്യായങ്ങൾക്ക് അവിടെ ഒരു അല്ലെ കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ പരസ്പരം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഇരുകൂട്ടർക്കും വിൻ വിൻ കണ്ടീഷൻസ് അല്ലെ, ഇരുകൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം അത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. Then it represents a democratic decision making, which is for the people of the people and by the people. ഓക്കെ, നമുക്കറിയാത്ത ഒരു ജനാധിപത്യ രീതിയിലുള്ള തീരുമാനമെടുക്കലാണ്. അതായത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ജനങ്ങൾ തന്നെയാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇൻ കേസ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകൾ, തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ്, അങ്ങനെ പരസ്പരം അവരുടെ അതായിട്ടുള്ള ഇഷ്യൂസുകൾ സോൾവ് ചെയ്തിട്ടാണ് അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. സോ അതെന്താണ്? ഒരു അല്ലെ വിപ്ലവ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ആശയങ്ങൾ അല്ലെ, അതിനൊരു തീരുമാനമാണ് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. സോ ഇത് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ആണ്. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്? ഇരുകൂട്ടരെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നത് അല്ലേ? ശരിയാണോ? അല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ റെപ്രസെന്റേറ്റീവ് പീപ്പിൾ അല്ലെ, എംപ്ലോയീസിന് വേണ്ടിയിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഇഷ്യൂസുകൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവിടെ അവർ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെ ജനാധിപത്യം എന്നുള്ള ഒരു പദം കൂടി അവിടെ യൂസ് ചെയ്ത് വരുന്നത്. വീണ്ടും നമുക്ക് അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത വ്യക്തികൾ ഈ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ ആണ്. Collective bargaining is essentially a process in which the employee acts as a group in seeking to shape conditions and relationships in their employment. Okay, നമുക്കറിയാം അല്ലെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് ചർച്ചകൾക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ലാതെ തീരുമാനത്തിലെത്താൻ പറ്റുന്നത് അല്ലെ. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് അലസി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് യൂണിയനൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് അത് പരസ്പരം എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ്, നല്ല റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ അല്ലെ നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ അതിലൊരു ഷേപ്പ് ആൻഡ് കണ്ടീഷൻസ്, ഒരു തീരുമാനങ്ങളൊക്കെ എത്തിപ്പെടും അല്ലെ. അങ്ങനെ എന്താണ്, അങ്ങനെയുള്ള ആ ഒരു പ്രോസസ് നടപടിക്രമത്തിനെയാണ് എന്ത് പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ്. Collective bargaining is essentially a process അല്ലെ, യഥാർത്ഥത്തിൽ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്? അതായത് ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് എന്തെങ്കിലും തീരുമാനത്തിന് ഒരു ഷേപ്പ് വരുത്തുക, അതായത് ഒരു എഗ്രിമെന്റ് വരുത്തുക. അതായത് ഇരുകൂട്ടർക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത തരത്തിൽ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് സെറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ഈ ഒരു വിലപേശലാണ് അവിടെ നടക്കുന്നത്. അതായത് തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് മാത്രം ബെനിഫിഷ്യൽ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് തൊഴിലുടമ എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടില്ല. അതേമാതിരി തന്നെ തൊഴിലുടമയ്ക്കും അല്ലെ, തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തൊഴിലുടമ അതിന്റെ പ്രോഫിറ്റ് മുഴുവൻ നേടിയെടുക്കാനായിട്ട് തൊഴിലാളികളും തയ്യാറാവില്ല അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. സോ അങ്ങനെ ഒരു ഷേപ്പ് അല്ലെ, ആ ഒരു ഷേപ്പ് കണ്ടീഷനിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? എന്താണ് ഫോക്സ് അല്ലെ, അദ്ദേഹം എന്താ അഭിപ്രായപ്പെടുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ഫോക്സ്, collective bargaining is the resolution of industrial problems between the representatives of employers and the freely designated representative of employees acting actively with a minimum of a government dictation. Okay, അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഗവൺമെന്റ്സ് ആണ് ആക്ടുകളൊക്കെ പാസ്സാക്കുന്നത്. ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അല്ലെ, നമുക്കറിയാം നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നതിന് അവിടെ സാങ്ഷൻ ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും ഈ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നവര് അല്ലെ, തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആണെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്താണ് യൂണിയൻ നേതാക്കളൊക്കെ ആണെങ്കിലും അവരെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള നിയമങ്ങളിലേക്ക് എത്തിക്കുക അല്ലെ. ഈ സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇരുകൂട്ടർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു നിയമാവലിയാണ് ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അത് ബുദ്ധിമുട്ട് അല്ലെ, ആ ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കില്ല. എംപ്ലോയിക്കും എംപ്ലോയറിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ആക്ടുകൾ അല്ലെ, അത് നിയമങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്കറിയാം ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. സോ ഗവൺമെന്റ് ഇറക്കുന്ന ഈ നിയമങ്ങൾ അല്ലെ, എന്താണ് ഇവിടെ പറയുന്നത്, കളക്റ്റീവ്ലി വിത്ത് മിനിമം ഓഫ് ഗവൺമെന്റ് ഡിക്റ്റേഷൻ. ഗവൺമെന്റിന്റെ വീക്ഷണത്തില് ഇരുകൂട്ടരെയും റെപ്രസെന്റേറ്റീവ്സ് തരുന്ന കാര്യങ്ങളെല്ലാം സൊല്യൂഷൻസ് അല്ലെ, അവിടെ ഇരുകൂട്ടർക്കും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് ഗുണകരമായിട്ടുള്ള സൊല്യൂഷൻസിലാണെങ്കിൽ ആ ഒരു ഡിസൈൻ അല്ലെ, ആ ഒരു ഡിസൈനിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് പറയുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് അല്ലെ, വ്യവസായത്തിന്റെ തർക്കങ്ങളെ പരിഹരിക്കുന്ന ഒരു സൊല്യൂഷൻസ് ആണ് അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് നടപ്പാകുന്നത്. ആര് തമ്മിലുള്ള ആ സൊല്യൂഷൻസ് ആണ്, പ്രോബ്ലംസിനാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്, അതായത് representatives of employees and the freely designated representative of employees അല്ലെ. തൊഴിലുടമയെ റെപ്രസെന്റ് ചെയ്യുന്ന മാനേജ്മെന്റും തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിയനുകളും ഇരുകൂട്ടരും തമ്മിലുള്ള പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻസ് ആണ് കളക്റ്റീവ് ബാർഗൈനിങ് നടപ്പാക്കുന്നത്. ആൻഡ് ആക്ടിങ് കളക്റ്റീവ്ലി വിത്ത് എ മിനിമം ഓഫ് ഗവൺമെന്റ് ഡിക്റ്റേഷൻ. ഓക്കെ, തീർച്ചയായിട്ടും ഇത് നടപ്പാക്കുന്നത് എന്തെങ്കിലും നിയമവശങ്ങളിലൂടെയാണ് നടപ്പാക്കുന്നത് അല്ലെ. ആ ആക്ടുകൾ നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഗവൺമെന്റിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻ അവിടെ ആവശ്യമാണ്. അപ്പൊ ആ ഒരു എഗ്രിമെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ന ആക്ടുകൾ അല്ലെ, നമ്മൾ ഒരുപാട് ആക്ടുകൾ പഠിക്കുന്നുണ്ട്. അണ്ടർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1994 ഇപ്പൊ ഫാക്ടറീസ് ആക്ട്, 1948, 1947 ഇൻഡസ്ട്രിയൽ ആക്ട് അല്ലെ, അങ്ങനെ ആക്ടുകളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഒക്കെ ഒരു ഫൈനലൈസേഷൻ അല്ലെ, ആ ഒരു എഗ്രിമെന്റുകളാണ് ആക്ടിന്റെ കീഴിൽ ഉൾപ്പെടുത്തുന്നത്. സോ അദ്ദേഹത്തിന് അക്കോർഡിംഗ് ടു കോക്സിന്റെ അഭിപ്രായത്തിൽ എന്താണ്, കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ബിറ്റ്വീൻ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് എംപ്ലോയേഴ്സ് ആൻഡ് ദ ഫ്രീലി ഡെസിഗ്നേറ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് എംപ്ലോയീസ് ആക്ടിങ് കളക്റ്റീവ്ലി വിത്ത് എ മിനിമം ഓഫ് ഗവൺമെന്റ് ഡിക്റ്റേഷൻ. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ കൂടി അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗവൺമെന്റിന്റെയും കൂടി ഒരു ഡിക്റ്റേഷൻസും കൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി പോകാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, ആരാണ് ഇതെന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ചോദിക്കും. പൊതുവെ അങ്ങനെ ചോദിച്ചങ്ങൾ കാണാറില്ല, എന്നാലും ക്ലിയർ ആയിട്ട് മിക്കപ്പോഴും അല്ലെ പഴയ ഇതികളിലൊക്കെ നോക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ പൊതുവെ കാണാറ്. ആരുടെ അഭിപ്രായത്തിലാണ് ഈ രീതിയിൽ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിനെ വിശേഷിപ്പിക്കുന്നത്? അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും കാണാറില്ല. കാരണം അല്ലെ ഒരുപാട് പേരുകൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാലും 2-3 പേരുടെ പേരുകൾ എല്ലാത്തിലും വരുന്നുള്ളൂ അല്ലെ. സോ ജസ്റ്റ് ആ പേരുകളെങ്കിലും മസ്റ്റായിട്ട് ബൈഹാർട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. നോക്കാം, അക്കോർഡിംഗ് ടു കോക്സ് ആണ് നമ്മൾ ഇപ്പോ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹോക്സി, അക്കോർഡിംഗ് ടു ഹോക്സിയുടെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത് നോക്കാം. Collective bargaining is a mode of fixing the terms of employment by means of bargaining between an organized body of employees and an employer or an association of employers, usually acting through authorized agents. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ബാർഗെയിനിങ് കാര്യമാണ് വരുന്നത്. പിന്നെ എന്താ അവിടെ പറയുന്നത്, എംപ്ലോയീസിനെ ആണെങ്കിലും എംപ്ലോയറിനാണെങ്കിലും നമുക്കറിയാം അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസ് അല്ലെ, അംഗീകൃതമായിട്ടുള്ള ഏജൻസി വഴിയാണ്. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം അംഗീകൃത ഏജൻസി എന്ന് പറയുമ്പോൾ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ നമുക്കറിയാം പ്രത്യേകമായിട്ടുള്ള അസോസിയേഷനുകൾ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുമുണ്ട്, എംപ്ലോയീസിന് വേണ്ടിയിട്ടുമുണ്ട് അല്ലെ. ആ ഒരു സംഘടനകൾ ആയിരിക്കും മുന്നിട്ട് വരുന്നത്. സോ അവരെ ബാർഗെയിനിങ് നടത്തുമ്പോഴാണ് അവർ ഫൈനലൈസേഷനിൽ എത്തുന്നത്. The essence of collective bargaining is a bargaining between interested parties and not a decree from the outside parties. Okay, നമുക്കറിയാം മറ്റു പാർട്ടീസുകളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാർഗെയിനിങ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബാർഗെയിനിങ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി ഇഷ്യൂസുമായി ബാർഗെയിനിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ
ഒരു കൂട്ടരിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു എലിവേഷനാണ് അവിടെ നടപ്പാക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രത്യേക കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഓതറൈസ്ഡ് ഏജൻസികളാണ് അവർക്ക് വേണ്ടിയിട്ട്, എംപ്ലോയർക്ക് വേണ്ടിയിട്ടും എംപ്ലോയികൾക്ക് വേണ്ടിയിട്ടും വാദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാർഗൈനിങ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആൻഡ് നോട്ട് എ റിക്വസ്റ്റ് ഫ്രം ഔട്ട്സൈഡ് പാർട്ടീസ്. ഔട്ട്സൈഡ് പാർട്ടീസ് അല്ല ഈ ഒരു എഗ്രിമെന്റിൽ പങ്കെടുക്കുന്നത്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ടും എംപ്ലോയറിന് വേണ്ടിയിട്ടും അവിടെ ബാർഗൈനിങ്ങിലേക്ക് എത്തിപ്പെടുന്നത്, അതായത് ചർച്ചകളിലേക്കോ ഡിസ്കഷനിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഓക്കെയാണോ? ഓരോ ഡെഫിനിഷൻസും ഓക്കെയാണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെ. അവിടെ വിലപേശലാണ് നടക്കുന്നത്. അതായത് ഇരുകൂട്ടരുടെയും ആഗ്രഹങ്ങൾ, തൊഴിലാളികളുടെ താല്പര്യങ്ങൾ, തൊഴിലുടമയുടെ താല്പര്യങ്ങളൊക്കെ അവിടെ ചർച്ച മുഖേന അവിടെ ഒരു തീരുമാനത്തിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന്റെ പ്രത്യേകത തന്നെ, അതിന്റെ സവിശേഷതകൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കളക്റ്റീവ് എന്നാണ്. The collective എന്ന് പറയുന്നത് it is a collective in two ways. രണ്ട് വേയില് കളക്റ്റീവ് എന്ന് പറയാം. Firstly, the workers bargaining collectively for the common interest and welfare of the workers. അതായത് തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവർ ബാർഗെയിൻ ചെയ്യുന്നത്. Then, secondly, the management and the workers mutually arrive at an agreement beneficial for both through negotiation. Okay, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വേണം അല്ലെ. ആ ഇഷ്യൂസ് എന്ന് പറയുന്നത് മെയിൻലി നമുക്കറിയാം എംപ്ലോയീസിന്റെ ആയിരിക്കും പൊതുവെ ഇഷ്യൂസുകൾ വരുന്നത് അല്ലെ. ആ ഇഷ്യൂസുകൾ വരുമ്പോൾ സെക്കൻഡ്ലി ആ ഇഷ്യൂസുകൾ എന്താണ് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തണം, അതായത് തൊഴിലുടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആ മാനേജ്മെന്റും വർക്കേഴ്സും മ്യൂച്വലി എന്താണ് അവർ പരസ്പരം എന്താണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയാണ്. എങ്ങനെ? ചർച്ചകൾ നടത്തിയിട്ടാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. ചർച്ചകൾ നടത്തുമ്പോഴത് പ്രത്യേകത നമ്മുടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും അല്ലെ. തൊഴിലാളികൾ ഇത്ര സമയം അനുവദിക്കണം അല്ലെങ്കിൽ ഇത്രയും വേതനം അനുവദിക്കണം എന്ന് തീർച്ചയായിട്ടും മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ മാനേജ്മെന്റും പറയും ഞങ്ങൾ ഇത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെ, തൊഴിലുടമ ഇത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും സാലറി തരുന്നുണ്ട്, ഇത്രയും നഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേയ്മെന്റ്സ് പോകുന്നുണ്ട്, ടാക്സ് പോകുന്നുണ്ട്, ഇത്രയൊക്കെയാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടുന്നുള്ളൂ അല്ലെ. അവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ദെൻ അവിടെ ഇരു കൂട്ടരും വാദപ്രതിവാദങ്ങൾക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും അല്ലെ ചിലപ്പോൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തും അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു ഫൈനലൈസേഷനുടെ അംഗീകാരത്തിലേക്ക് എത്തിപ്പെടുന്നത്. സോ ഇത് കളക്റ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതായത് രണ്ട് രീതിയിൽ കളക്റ്റീവ് ആണെന്ന് വിശേഷിപ്പിക്കാൻ. ഫസ്റ്റ്ലി എന്താണ് എംപ്ലോയീസിന്റെ ഇഷ്യൂസുകൾ കളക്ട് ചെയ്യുന്നു അല്ലെ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താല്പര്യത്തിന് വേണ്ടിയിട്ട്. അതെങ്ങനെയാ അത് ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു ചർച്ചകൾ സംഘടിപ്പിച്ച് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടാണ് ആ ഇഷ്യൂസുകൾക്ക് ഒരു പരിഹാരം കണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത്. ഓക്കെ, എന്താണ് ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്? അല്ലെ, ഒബ്ജക്റ്റീവ്സ് വരെയല്ലേ എടുക്കാനുള്ള, ഇമ്പോർട്ടൻസ് തുടങ്ങി അന്തരാംസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇനിയോ ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് തുടങ്ങി അന്തരാംസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? നമുക്ക് ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും കൂടെ ഉള്ളൂ. മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്കില് എന്തായാലും ഒന്ന് റിവിഷൻ നോക്കാം അല്ലെ. നമ്മുടെ ചാപ്റ്ററിലെ ആദ്യം മുതൽ അവസാനം വരെയൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചൊക്കെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീക്കില് എന്തായാലും എടുത്ത് തീരുന്നത്രയും എടുത്ത് തരട്ടെ. അതിന്റെ ബാലൻസ് നെക്സ്റ്റ് വീക്കിൽ എടുക്കാം. ബാക്കിയുള്ള സമയം നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത് ആണ്. അതായത് നമുക്കറിയാം ഇരു കൂട്ടരുടെയും റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ ബാർഗൈനിങ് ചെയ്യാൻ വരുന്നത് അല്ലെ. Both the parties have equal bargaining strength and that is a feature of collective bargaining. Collective bargaining മറ്റൊരു സവിശേഷത പറയുന്നത്
തൊഴിലുടമയ്ക്ക് തൊഴിലുടമയുടെ തൊഴിലാളികളുടെയും റെപ്രസെന്റേറ്റീവ്സിനെ ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ട്. In the context of collective bargaining, both the parties are bargaining from a position of equal strength as their bargaining strength is equal. This process can be called industrial democracy at the workplace. Okay. നമുക്കറിയാം അവിടെ അല്ലെ യഥാർത്ഥത്തില് ജനാധിപത്യത്തിന്റെ മൂല്യം, അതായത് ഇരുകൂട്ടർക്കും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ അത് തുല്യമായിട്ട് തന്നെ വിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലെ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ collective bargaining എന്ന പ്രോസസ്സും നടപ്പാക്കുന്നത്. ഓക്കെ, ഇത്രയായാലും പറയാനേ ഉള്ളൂ. ഫ്ലെക്സിബിൾ എന്നാണ് തേർഡ് പോയിന്റിന്റെ സവിശേഷത പറയുന്നത്. എന്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്? collective bargaining is a group activity in which a representative of workers and the management utilize their energies so that a solution can be obtained which is acceptable by both the parties. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിലും അത് തന്നെയാണ് ഡിസ്കഷനിൽ വരുന്നത്. അതായത് റെപ്രസെന്റേറ്റീവ്സ് അവരുടേതായിട്ടുള്ള എനർജി ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം അവരെന്തായാലും കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒക്കെ വച്ചുകൊണ്ടായിരിക്കും അവിടെ ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ. വിലപേശൽ നടത്തുന്ന ഒരു കാര്യമില്ലാതെയൊന്നും വിലപേശലൊന്നും തീർച്ചയായിട്ടും മാനേജ്മെന്റും അംഗീകരിക്കില്ല, അതേപോലെ തന്നെ യൂണിയൻ നേതാക്കളും അംഗീകരിക്കില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ എനർജി അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവിടെ ബോത്ത് പാർട്ടീസും വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്. Then inflexibility or rigidity of a thought and ideas should be avoided for a smooth bargaining process. ഒരിക്കലും നമ്മൾ ഫ്ലെക്സിബിൾ അല്ല, അതായത് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റാത്തൊരു രീതി, അങ്ങനെയുള്ള ഒരു രീതി ഒരിക്കലും അവിടെ സ്മൂത്ത് ആയിട്ട് ബാർഗെയിനിങ് പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഇരുകൂട്ടരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം അല്ലെ. എനിക്ക് ഇത്രയും സാലറി കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ മസ്റ്റ് ചിലപ്പോ വേണമെങ്കിൽ തൊഴിലുടമ അല്ലെങ്കിൽ മാനേജ്മെന്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ചിലപ്പോ കുറച്ചൊക്കെ കുറവില്ല അല്ലെ, കുറച്ചും കൂടി ചിലപ്പോ കൂട്ടി കൊടുക്കാം. അതല്ല എങ്കിൽ മാനേജ്മെന്റും പറയാണ് നിങ്ങൾ ഇത്ര ദിവസം മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും ഓവർ ടൈം ചെയ്താലേ ഞങ്ങൾ ഇങ്ങനെ തരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അതും ചിലപ്പോൾ എംപ്ലോയി അംഗീകരിക്കണമെന്നില്ല അല്ലെ. ഇത്രയും ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് ടൈം കുറച്ചൊക്കെ അവർ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യപ്പെടുള്ളൂ. അപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചു പോകണമെങ്കിൽ അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കണം. Bargaining is a give and take process where the concerned parties arrive at a solution by exchange their diverse views. Okay, വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളിൽ ഇരുകൂട്ടരും ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിക്കും അല്ലെ. തീർച്ചയായിട്ടും മാനേജ്മെന്റ് ആണെങ്കിലും എന്താണ് യൂണിയൻ നേതാക്കളാണെങ്കിലും അവരുടേതായിട്ടുള്ള രീതികൾ, റെപ്രസെന്റേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള വ്യൂസിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന collective bargaining give and take പ്രോസസ് അല്ലെ. നൽകുന്നു തന്നെ എടുക്കുന്നു, അതായത് അടിച്ചേൽപ്പിക്കുകയല്ല അവിടെ നടക്കുന്നത്. ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് അവിടെ സൊല്യൂഷൻ നടപ്പാക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. സോ അങ്ങനെയുള്ള രീതിയിൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ട് collective bargaining പ്രോസസ്സ് മുന്നോട്ട് പോവുകയുള്ളൂ. സോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഭാഗമാണ് എന്താണ് ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതി അവിടെ ആവശ്യമാണ്. ദിസ് ഇസ് എ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് collective bargaining. ഓക്കെ, നമുക്കറിയാം അവിടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ അല്ലെ, അതൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് collective bargaining അല്ലെ, പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷത അതിനുണ്ട്. കാരണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതി അവലംബിച്ച് മാത്രമല്ല അത് സ്മൂത്ത് ആയിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ചർച്ച അലസി പോകാനായിട്ടുള്ള സാധ്യതയായിരിക്കും അല്ലെ. ഒരു പിടിവാശി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിലപാടെടുക്കുള്ളൂ എന്നൊക്കെ മാനേജ്മെന്റ് വാശി പിടിച്ച അവരിറങ്ങി പോകും അല്ലെ. അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് കേൾക്കാനായിട്ട് താല്പര്യം കാണിക്കേണ്ടതാണ്, എങ്കിൽ മാത്രമാണ് ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. സോ അത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വോളണ്ടറി ഓക്കെ അല്ലേ, മുന്നോട്ട് പോകാലോ. 3 പോയിന്റ് ഓക്കെ അല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വോളണ്ടറി ആണ്, അതായത് സ്വമേധയാ. The act of coming together with the workers management cannot be forced or imposed upon anyone. നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. ഇപ്പൊ യൂണിയൻ നേതാക്കളാണെങ്കിൽ കൂടി യൂണിയൻസിന്റെ മെമ്പർഷിപ്പ് ഉള്ള അവരുടെ ഇഷ്യൂസുകളൊക്കെയാണ് അത് നിങ്ങൾ അല്ലെ യൂണിയൻ നേതാക്കൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടുള്ള അവകാശങ്ങളൊന്നും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നിർത്താൻ പറ്റില്ല. എംപ്ലോയീസ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ചയിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് തയ്യാറാവുന്നത്. Both the parties are volunteer to have productive dialogues on various troubling issues.
നമുക്കറിയാം അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇൻ കേസ് എംപ്ലോയേഴ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, അസ്വസ്ഥതകള് അവിടെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയറും അവർക്ക് അല്ലെ ഇങ്ങനെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും റിസ്കുകളൊക്കെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കും ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് മാനേജ്മെന്റും അവിടെ അവതരിപ്പിക്കും അല്ലെ. വ്യൂസ് ഓഫ് ഈച്ച് അതർ ആർ സ്ക്രൂട്ടിനൈസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു ഫൈൻഡ് ആൻഡ് അഗ്രിയബിൾ സൊല്യൂഷൻസ്. ഓക്കെ, അത് സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഒരു എഗ്രിമെന്റിൽ എത്തുള്ളൂ അല്ലെ. അല്ലാതെ പറഞ്ഞ പാടെ തന്നെ അംഗീകാരങ്ങളൊന്നും കിട്ടിയെന്ന് വരും. ചിലപ്പോ അത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് മീറ്റിംഗിൽ പരിഹരിക്കാമെന്നോ, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നോ അല്ലെ. തീർച്ചയായിട്ടും ഒരു ഫൈനലൈസേഷനിൽ എത്തണമെങ്കിൽ അതല്ലെങ്കിൽ ഫസ്റ്റ് അറ്റ് എ ടൈമിൽ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചു പോകുന്നുണ്ടാവാം. സോ എങ്കിൽ കൂടി അത് സ്ക്രൂട്ടിനൈസ് ചെയ്തതിനു ശേഷം അല്ലെ, ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്നത്. കളക്ടീവ് ബാർഗൈനിങ് ഈസ് എ വോളണ്ടറി പ്രോസസ് അല്ലെ. അതൊരു സ്വമേധയായുള്ള പ്രോസസ്സാണ്. അതായത് സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തിയതിനു ശേഷം സ്വമേധയാണ് ഒരു അംഗീകാരമൊക്കെ അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നത്. അല്ലാതെ കമ്പല് ചെയ്തിട്ട് ഒരു ഫൈനലൈസേഷനിൽ എത്തുകയല്ല. പരസ്പരമുള്ള ഡിസ്കഷനിൽ സൊല്യൂഷൻസ് ഒക്കെ ഇത് നല്ല സൊല്യൂഷൻ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടാണ് അവിടെ ഒരു ഫൈനലൈസേഷൻ ഒക്കെ എത്തിപ്പെടുന്നത്. ഫിഫ്ത്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? അപ്പൊ കളക്ടീവ് ബാർഗൈനിങ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്. അതൊരു വൺ ടൈം പ്രോസസ് ആണോ? അല്ല. എന്തുകൊണ്ടാണ് വൺ ടൈം പ്രോസസ് എന്ന് അല്ല എന്ന് പറയുന്നത്? വിച്ച് ബിഗിൻസ് വിത്ത് നെഗോഷിയേഷൻസ് ആൻഡ് എൻഡ് വിത്ത് അഗ്രിമെന്റ് അല്ലെ. ചർച്ചകൾ തുടങ്ങുന്നത് ചർച്ചകളിലൂടെയാണ് ഈ പ്രോഗ്രാംസുകളൊക്കെ മാനേജ്മെന്റിലേക്ക് ബോധ്യപ്പെടുത്തുന്നത്. ദെൻ അവിടെ അവസാനിക്കുന്നത് ഒരു എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടാണ് അവസാനിക്കുന്നത്. അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടാണ് അവിടെ അവസാനിക്കുന്നത്. Then it is an ongoing and continuous course of action. ഇതൊരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയും. When two parties agree on a matter, it is just the starting of a collective bargaining. ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കളക്ടീവ് ബാർഗൈനിങ് എന്നുള്ള പ്രോസസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് this agreement has to be implemented in continuous manner and further negotiation should be initiated. ഓക്കെ, നമ്മളിപ്പോ ഒരു എഗ്രിമെന്റ് ഇപ്പൊ ഇൻ കേസ് ഒരു ഓവർ ടൈം ഒക്കെ കൂട്ടി കൊടുത്ത് ഓക്കെ അത് എന്നാ ശരി തീരുമാനത്തിലേക്ക് എത്താം. ഇത്രയും സമയം നിങ്ങൾ അധികമായിട്ട് വർക്ക് ചെയ്യുക, പതിവായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സാലറി കൂട്ടി തരാം, അല്ലാത്തവർക്ക് ഇങ്ങനെ കുറച്ച് കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരും. അപ്പൊ വീണ്ടും നെഗോഷിയേഷൻ നടത്തേണ്ടതായിട്ട് വരും അല്ലെ, ചർച്ചകൾ വീണ്ടും സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു പക്ഷേ നമ്മൾ ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്താം. ഇനി ഇൻ കേസ് ഈ എഗ്രിമെന്റിലേക്ക് എത്തിയത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നടപ്പാക്കി വരുമ്പോൾ ചിലപ്പോൾ അടുത്ത എന്തെങ്കിലും ഇഷ്യൂസ് സോ വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതായിട്ട് വരാം. സാധ്യതയുണ്ടാവോ? അങ്ങനെ സാധ്യത ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഒരു ചർച്ചയുടെ ഇടയിലാണ് നമ്മളൊരു ഫൈനലൈസേഷൻ ഒരു എഗ്രിമെന്റിൽ എത്തുന്നത്. പിന്നെ നടപ്പാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ചില എംപ്ലോയീസിന് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരാം. ചിലപ്പോ തൊഴിലുടമയ്ക്കും അതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ഇഷ്യൂസുകൾ വരാം. ഒരുപക്ഷെ എക്സ്പെൻസ് കൂടുതൽ അല്ലെ, കൂടുതൽ കോസ്റ്റ് വഹിക്കേണ്ടതൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ വീണ്ടും ചർച്ചകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. സോ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പൊ ഇൻ കേസ് ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഫ്ലെക്സിബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യമായിട്ടാണ് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് വ്യത്യസ്ത വ്യൂ പോയിന്റ്സുകൾ അവിടെ വരുന്നുണ്ട്. ഡൈവേഴ്സ് വ്യൂ അവിടെ കളക്ടീവ് ബാർഗൈനിങ് ഈസ് ഗിവൻ ആൻഡ് ടേക്ക് പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ശരിയാണ്. അതായത് നമ്മൾ ഒന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നു, ദെൻ അത് നടപ്പാക്കി പോകാനായിട്ട് കണ്ടെത്തുന്നു, വീണ്ടും അല്ലെ വ്യത്യസ്ത വീക്ഷണകോണുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വീണ്ടും മാറ്റങ്ങളൊക്കെ ഭേദഗതികളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമാണ് അത് കളക്ടീവ് ബാർഗൈനിങ് പ്രോസസ്സ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും. പിടിവാശിയോടുകൂടി നടപ്പാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അല്ലെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതായത് കമ്പനിക്ക് സ്മൂത്ത് ആയിട്ട് വർക്കിംഗ് ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതി അവിടെ അവലംബിക്കേണ്ടതുണ്ട്. നമ്മൾ നെക്സ്റ്റ് കണ്ടു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് കണ്ടു. നെക്സ്റ്റ് ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത്? അതായത് ചലനാത്മകമായിട്ട് നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ അത് ചലനാത്മകമായിട്ടുള്ള പ്രോസസ്സാണ്. എന്തുകൊണ്ടത് പ്രോസസ് കളക്ടീവ് ബാർഗൈനിങ് ഈസ്
ഡൈനാമിക് വൺ അല്ലെ. ഡാഷ് പ്രോസസ് ഇൻ കേസ് കളക്ടീവ് ബാർഗൈനിങ് പ്രോസസ് ഇസ് ഡാഷ് വൺ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഓപ്ഷനിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതേസമയം ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞാൽ അതും ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ അനുസരിച്ചിട്ട് അൺസർട്ടനിറ്റി ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുക. As a concept undergoes a lot of changes and develop over time. അതായത് ചേഞ്ചസ് നമ്മൾ വരുത്തി വരുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ ചേഞ്ചസ് വരുത്തുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അത് അനുസരിച്ചിട്ട് അല്ലെ, ഈ ചേഞ്ചസ് വരുത്തിയതനുസരിച്ചിട്ട് എന്തെങ്കിലും ഭേദഗതി വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നമ്മൾ വീണ്ടും അല്ലെ റിവ്യൂ ചെയ്ത് ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. There are several changes in the manner agreements arrive, their implementation process and the collective abilities of the parties. അതായത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഗ്രിമെന്റ് ആദ്യം തന്നെ ഒന്ന് ഒരു എഗ്രിമെന്റിൽ എത്തി അത് നടപ്പാക്കി വരുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാവാം, വീണ്ടും അതില് മാറ്റങ്ങളൊക്കെ വരുത്തും. സോ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറിൽ മാറ്റങ്ങൾ വരുത്തി പോകേണ്ടതുണ്ടാവാം. These rapid changes are responsible for making the process dynamic and evolved. നമുക്ക് ചലനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് വിധേയമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് ആവാം. Then seventh പോയിന്റിൽ പറയുന്നത് പവർ റിലേഷൻഷിപ്പ്. ഓക്കെ, എന്താണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? എന്റെ പേരും പറഞ്ഞു പോകേണ്ടതുണ്ടോ? സിക്സ്ത് പോയിന്റ് വരെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് പറയുന്നത്? കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത് ഫീച്ചേഴ്സിൽ പറയുന്നത്. അതായത് നമുക്കറിയാം ഇഷ്യൂസുകളുണ്ട്, മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇഷ്യൂസുകൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ബോത്ത് പാർട്ടീസിന് ഈക്വൽ ആയിട്ടുള്ള ബാർഗൈനിങ് സ്ട്രെങ്ത് ഉണ്ട്. ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ തൊഴിലുടമയ്ക്കുള്ള അതേ സ്ട്രെങ്ത് തന്നെ തൊഴിലാളികൾക്കും ഉണ്ട്. അതായത് തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിയനുകൾ തൊഴിലുടമയെ റെപ്രസെന്റ് ചെയ്യുന്ന മാനേജ്മെന്റും ഇരുകൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഫ്ലെക്സിബിൾ അല്ലെ, നമുക്കറിയാം അവിടെ ചേഞ്ചസിന് കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. വോളണ്ടറി ആണ്, സ്വമേധയാ തന്നെ നമുക്ക് കാര്യങ്ങൾ വിശകലനങ്ങളൊക്കെ ചെയ്ത് സൂക്ഷ്മ പരിശോധനകളൊക്കെ നടത്തി എഗ്രിമെന്റ് നമുക്ക് മുന്നോട്ട് വെക്കാം. അത് വീണ്ടും വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ഒരു എഗ്രിമെന്റിലേക്ക് സ്വമേധയാ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താം. പക്ഷെ എപ്പോഴും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചർച്ചയ്ക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒരു എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് മാത്രം. കണ്ടിന്യൂസ് ആണ്, നമ്മൾ പറഞ്ഞു ചേഞ്ചസ് വരുത്തിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ട വരും അല്ലെ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്, അതേപോലെ തന്നെ ഡൈനാമിക് ആണ് അല്ലെ. ചേഞ്ചസുകൾക്ക് അതിനനുസരിച്ച് തന്നെ അല്ലെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഓഫ് ദ പാർട്ടീസ് ആണ്. നമ്മളിപ്പോ നടപ്പാക്കി കഴിഞ്ഞപ്പോ നമുക്ക് അറിയാം അതിന്റെ റിസൾട്ട് വരുമ്പോൾ വീണ്ടും വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ചലനാത്മകമായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അത് നടപ്പാക്കി കഴിഞ്ഞ് അല്ലെ അടുത്ത മൊമെന്റിൽ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് റണ്ണിങ് ആയിട്ട് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ അത് പറ്റാതെ വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കും അല്ലെ. അത് നമുക്കറിയാം ഒരു കാരണവശാലും ഓർഗനൈസേഷന്റെ വർക്കിംഗ് സ്മൂത്ത് അല്ലാതെ ഇരിക്കരുത് അല്ലെ. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ അവിടെ ഉണ്ടാവണം. അതിന് തടസ്സം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് എഗ്രിമെന്റ് എടുത്താലും അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയേ പറ്റും അല്ലെ. ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പവർ റിലേഷൻഷിപ്പ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് പോവാലോ. ഓക്കെ, എന്താണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? The workers and the management share a relationship with which both want to extract the maximum from each other by offering the least. Okay, നമുക്കറിയാം ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് അല്ലേ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് തൊഴിലുടമയെ റെപ്രസെന്റ് ചെയ്ത് മാനേജ്മെന്റ് ആണെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയൻ ആയിട്ടാണെങ്കിലും നമുക്കറിയാം വളരെ പെട്ടെന്ന് റിലേഷൻഷിപ്പുകൾ വരുമ്പോഴാണ് അവിടെ ഒരു ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ വരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല ബന്ധം അല്ലെ, ഈച്ച് വെരി ആയിട്ട് നല്ലൊരു ബന്ധം അവിടെ ഉണ്ടാവും. അവരെ കൺസേൺസ് can only be reached when they draw back from their positions and accept less than their demands and do more than what is offered initially. Okay, നമുക്കറിയാം അതിന്റെ ഒരു സമവായ വശം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം,
അല്ലെ? ചില ഡിമാൻഡ്സുകളെല്ലാം ചിലപ്പോ തൊഴിലാളികളെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്ന യൂണിയനുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തൊഴിലുടമ ആക്സെപ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Then I will give more than what is offered initially. Okay, നമുക്കറിയാം ഇനി അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിനോടൊപ്പം അങ്ങനെ കൂട്ടിക്കൊടുക്കാനും അല്ലെ? അപ്പൊ നമുക്കറിയാം ചിലപ്പോ പ്രൊജക്ട് ഒക്കെ വിജയിച്ച് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഒക്കെ വരുമ്പോൾ അവരെ ചർച്ച സംഘടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും സാലറി ഞങ്ങളും കൂടി എംപ്ലോയീസ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ടാർഗറ്റ് ഒക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ജസ്റ്റ് ചർച്ച സംഘടിപ്പിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ്സ് അംഗീകരിക്കുന്നു, അതിനപ്പുറം ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ കൂടി തരുന്നു അല്ലെ? അധികമായിട്ടും ചില കാര്യങ്ങളൊക്കെ അവര് ഓഫർ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദിസ് ഹാവ് ദ മാനേജ്മെന്റ് ടു ഹോൾഡ് ഓൺ ടു ഹിസ് എ പവർ ആൻഡ് കൺട്രോൾ ഓൺ വർക്ക് പ്ലേസ് മാറ്റേഴ്സ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അങ്ങനെ അധികമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഒരു ഒന്നുകൂടി അല്ലെ ഒരു അല്ലെ ആ ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. The union also applies this policy to strengthen their hold over workers and to retain their powers. In case മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഇവര് തൊഴിലുടമകൾക്ക് അല്ലെങ്കിൽ യൂണിയനുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് അവരിൽ നിന്ന് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് ഒക്കെ അവിടെ സാങ്ഷൻ ചെയ്ത് കിട്ടിയെങ്കിൽ അവർക്ക് ഒന്നുകൂടി അല്ലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശക്തി കിട്ടുകയാണ്. അപ്പൊ അടുത്ത രീതിയിൽ നമുക്കറിയാം ചില സംഘടനകളല്ലേ ചില ചർച്ചകളൊക്കെ ഇവരെ ഇനീഷ്യേറ്റീവായിട്ട് യൂണിയൻസിന്റെ ഇനീഷ്യേറ്റീവായിട്ട് വന്നതിന് ശേഷമാണ് ഒരു ഫൈനലൈസേഷൻ വന്നെങ്കിൽ എന്താണ് കുറച്ചും കൂടി ശക്തി കൂടുതൽ കിട്ടും. അതായത് ഒരു പവർ കുറച്ചും കൂടി കൂടുതൽ കിട്ടും അല്ലെ? ഞങ്ങള് ചർച്ച സംഘടിപ്പിച്ചിട്ടാണ് ഈ തരത്തിലുള്ള തീരുമാനത്തിനൊരു അംഗീകാരം കിട്ടിയതെന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ പവർ ഒന്നുകൂടി സ്ട്രോങ് ആവുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എയ്ത്ത് പോയിന്റ് പറയുകയാണെങ്കിൽ റെപ്രസെന്റേഷൻ. റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിൽ എപ്പോഴും പറഞ്ഞു പോയതാണ് the main participants do not represent themselves, they represent the claims of the workers and management. Okay, നമുക്കറിയാം യൂണിയൻ ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും അവര് ഇരുകൂട്ടർക്കും വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അവിടെ വർക്കേഴ്സിന് അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്. Then collective bargaining requires that the representatives of a union deals directly with the employers. അതായത് തൊഴിലുടമയായിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. The unions are authorized to bargain with the employers on work related matters. യൂണിയനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അംഗീകാരമുള്ള യൂണിയനുകളൊക്കെ തന്നെയാണ് ബാർഗെയിൻ ചെയ്യാനുള്ളത്. പെട്ടെന്ന് ഒരു അല്ലെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യൂണിയൻ ഫോം ചെയ്തിട്ടല്ല അവിടെ ബാർഗെയിൻ ചെയ്യാനൊക്കെ പോകുന്നത് അല്ലെ? ആ യൂണിയനൊക്കെ നല്ല അംഗീകൃതമായിട്ടുള്ള ഒരു അഫിലിയേഷനുള്ള യൂണിയനുകളായിരിക്കും. സോ അത്തരത്തിലുള്ള യൂണിയനുകളായിരിക്കും റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ബൈപാരറ്റേറ്റീവ് പ്രോസസ് എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? Collective bargaining is a bipartite process. That is, there is no interference of any third parties. അതായത് തൊഴിലാളികൾക്ക് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന യൂണിയനുകളോ തൊഴിലുടമയ്ക്ക് റെപ്രസെന്റ് ചെയ്യുന്ന മാനേജ്മെന്റും ഒക്കെ ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു ബാർഗെയിനിങ് പ്രോസസ്സാണ്. മറ്റൊരു തേർഡ് പാർട്ടി അവിടെ വരുന്നില്ല. All the decisions are taken by employers and employees by negotiation face to face with each other. ചിലപ്പോഴെങ്കിൽ ഈ പറഞ്ഞ മാത്രം മാനേജ്മെന്റും അല്ലെങ്കിൽ യൂണിയനുകളൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ അവരെ തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്ത് ചിലപ്പോഴെങ്കിൽ രണ്ടുപേരും ഉണ്ടാവും, അല്ലെങ്കിൽ തൊഴിലുടമയും ഉണ്ടാവും മാനേജ്മെന്റിനോടൊപ്പം. സോ ഫേസ് ടു ഫേസിൽ തന്നെ നിന്നിട്ട് അവർക്ക് ബാർഗെയിനിങ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ ഒരുക്കി കൊടുക്കുന്നത്. സോ ഇതൊരു ബൈപാരറ്റൈറ്റ് പ്രോസസ് ആണെന്ന് വിശേഷിപ്പിക്കാം. റൂൾ മേക്കിംഗ്. റൂൾ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് അതായത് നമുക്കറിയാം നിയമങ്ങൾ എങ്ങനെയാണ് വരുന്നത്. That is reaching the agreement by specifying rules pertaining to employment relationships in the purpose of a collective bargaining. Okay, അതായത് നമുക്കറിയാം എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് നല്ല പർപ്പസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടാണ് ഒരു എഗ്രിമെന്റ് അവിടെ നടപ്പാക്കുന്നത് അല്ലെ? ഇരുകൂട്ടരും പരസ്പരം യോജിക്കാതെ നമുക്കറിയാം ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല അല്ലെ? റൂൾസ് നമുക്കറിയാം നിയമങ്ങളെ പ്രാബല്യത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം ഒരു സഹകരണം അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിൽ മാത്രമാണ് എഗ്രിമെന്റ് അവിടെ സാങ്ഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ്.
ഓക്കെ, ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? എന്താ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സില് സംരക്ഷണം, ഇൻഡസ്ട്രികൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ടോ ആ പ്രോസസ്സില്? ഉണ്ട്. ഓക്കെ, ആരുടെയൊക്കെ എന്താണ്, ആരുടെയൊക്കെ താല്പര്യങ്ങൾക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ആരുടെയൊക്കെ ഇൻഡസ്ട്രികൾക്കാണ് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? എംപ്ലോയീസിന്റെയും എംപ്ലോയേഴ്സ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഇരുകൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? അതാണ് പറയുന്നത് പ്രൊട്ടക്ട് ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് എ ടൂൾ ആൻഡ് എ പ്രൊസീജിയർ ടു പ്രൊട്ടക്ട് ദ ഇൻഡസ്ട്രി ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികളുടെ ഇൻഡസ്ട്രികൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. For discussion and negotiation between the parties, this institutional instrument is used widely in industrial organizations. ഓക്കെ, നമുക്കറിയാം ഇരുകൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അങ്ങനെ പറയാൻ കാരണം എന്താണ്? തൊഴിലാളികളെ എന്തെങ്കിലും താല്പര്യങ്ങൾ അവിടെ നിരത്തുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കും ഇന്ന താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു പ്രൊസീജിയർ അല്ലെ, ഒരു ടൂൾ ഓഫ് പ്രൊസീജിയർ ആണ് വർക്കേഴ്സിന്റെ ഇൻഡസ്ട്രികളൊക്കെ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫൈനലൈസേഷൻ കണ്ടെത്താനായിട്ടുള്ള ഒരു ടൂൾ ഓഫ് പ്രൊജക്ട് ആണ് ഇതെന്ന് പറയാവുന്നത് കളക്റ്റീവ് ബാർഗൈനിങ്. വീണ്ടും ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ പാർട്ട്. ഓക്കെ, ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി സൊസൈറ്റി and it is a technique which makes an effort to reconcile the needs and objectives of workers and employers. Okay, തീർച്ചയായിട്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടെക്നിക്കാണ് അല്ലെ? ഇതോടെ മേലെയും തൊഴിലാളികളുടെയും കൂടി ആവശ്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അതെല്ലാം ഒരു നല്ല രീതിയിൽ അല്ലെ ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു പരിഹാരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സമാധാനത്തോട് കൂടിയിട്ട് ആ ഓർഗനൈസേഷനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ? അപ്പൊ ജസ്റ്റ് ഹെഡിങ്ങുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 12 പോയിന്റ്സ് വരെയുണ്ട്. കേസ് ബൈപാറ്റ് പ്രോസസ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് തരുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് ഫ്ലെക്സിബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ ബൈപാരറ്റേറ്റീവ് പ്രോസസ് ആണ്, വൺ ടൈം പ്രോസസ് ആണ്, അങ്ങനെയൊക്കെ സിംഗിൾ പ്രോസസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഹെഡിങ്സുകൾ മസ്റ്റായിട്ടും ഈ 12 ഹെഡിങ്സുകളും മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ഹെഡിങ്ങുകൾ ബാക്കിയുള്ള കണ്ടന്റ് നിങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തിന്റെ നോക്കാം. സമയമില്ല, എന്നാലും 4 പോയിന്റേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറ്റി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്? എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ
Objectives of collective bargaining are as follows: to give opportunity to workers to participate. അല്ലെ, അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതായത് വർക്കേഴ്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പങ്കാളിത്തം നൽകാനായിട്ടുള്ള ഒരു അവസരമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അതായത് ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒരുക്കുകയാണ്, അല്ലെ. In the absence of a collective bargaining, the workers were unable to participate in the program and express their views in front of the management. Okay, തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ മുമ്പിൽ അവർക്കൊന്നും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിന് അങ്ങനെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ലഭ്യമാകുന്നത്. It has provided them an opportunity where they can give valuable suggestions about what can contribute towards the programs. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അതൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു സജഷൻസ് ഒക്കെ അവർക്ക് ലഭ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ അവിടെ പങ്കുവെക്കാനായിട്ട് സാധിക്കും. Workers' suggestions may prove to be very useful for the organization as they are well aware of the real picture of the working conditions. നമുക്കറിയാം വർക്കേഴ്സ് ആണ് ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ അവർക്കാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പിക്ചർ പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത്. They also have good knowledge about their work and the real picture of the working conditions. സോ അവർക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ടാവും. എന്ത് വർക്കിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട എല്ലാ അവയർനെസ്സും അവർക്ക് ഉണ്ടാവും. They also have good knowledge and their work and the manner it is to be done. Okay, അവർക്ക് നല്ല അറിവുണ്ട്. അതോടൊപ്പം തന്നെ വർക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് ചെയ്യണം, അല്ലെ, എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു ധാരണയുണ്ടാവും. Workers' participation helps organizations in taking right and informed decisions. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതേമാതിരി തന്നെയുള്ള നെഗോഷിയേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വർക്കേഴ്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ to improve management worker relationship. മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ് is strengthened by collective bargaining. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഇരുകൂട്ടർക്കും അല്ലെ അവർക്ക് പരസ്പരം ഡിസ്കഷൻ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. സോ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും. Areas of communications can be eliminated by face-to-face interactions between management and workers. ഓക്കെ, നമുക്കറിയാം നല്ലൊരു ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കുന്നു. There is a better understanding of each other's views and recommendations leading to greater cooperations. അതായത് നല്ല സഹകരണത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഇരുകൂട്ടരുടെയും വ്യൂ പോയിന്റ്സ് കാഴ്ചപ്പാടുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. There is a less doubt and substitution on each other and as the workers know the position of the management and vice versa. അതായത് ഒരു സംശയത്തിന്റെയൊക്കെ ഒന്നും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡൗട്ടിന്റെ ഒന്നും ആവശ്യങ്ങൾ വരുന്നില്ല. പരസ്പരം തന്നെ തുറന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. reasons for their difference in opinions. അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാനും അപ്രീസിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത അവിടെ ലഭ്യമാകുന്ന ഒരു അവസ്ഥ കൂടിയാണ്. തേർഡ് പോയിന്റിൽ പറയുന്നത് ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, തർക്കങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ചർച്ചകൾ കൊണ്ട് സാധിക്കുന്നു. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ദ joint effort of both workers and management to solve differences. Hence, it can be effective method to resolve industrial disputes. വ്യവസായ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. അതായത് ഒരു എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ കളക്റ്റീവ് ബാർഗൈനിങ് ആണ്, അല്ലെ. അത് എന്തെങ്കിലും അല്ലെ ഇരുകൂട്ടരുടെയും അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള അല്ലെ ഏറ്റവും നല്ലത് എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. Both the parties get to know each other clearly because of a collective bargaining. അതായത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം അവിടെ വിലപേശലാണ് നടക്കുന്നത്, അല്ലെ. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ക്ലിയർ പിക്ചർ കിട്ടിയതിനു ശേഷമാണ് എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്നത്. Each and every program is discussed detailed and solutions and reached accordingly. നന്നായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഓരോ സൊല്യൂഷൻസ് എടുക്കപ്പെടുന്നത്. വീണ്ടും ലാസ്റ്റ് പോയിന്റിൽ to give benefits to employees. An important objective of a collective bargaining is to discuss various fringe benefits with which employees are concerned. തീർച്ചയായിട്ടും നമുക്കറിയാം
ചർച്ചകൾ എപ്പോഴും മിക്കവാറും സംഘടിപ്പിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം അവർക്കായിരിക്കും എംപ്ലോയർ യാതൊന്നും കൊടുക്കാത്ത ഒരവസ്ഥകളാണ് അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കപ്പോഴും ഈ ഒരു നെഗോഷിയേഷൻ ഉണ്ടാകുന്നത്. Some of the benefits are paid time off for vacations and illness, retirement of funds, basic health care and less funded health care and less funded health care with funds. ഓക്കെ, നമുക്കറിയാം ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ, അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പാക്കേജുകളൊന്നും കൊടുക്കുന്നില്ലെങ്കിലൊക്കെയാണ് അവിടെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ മിക്കവാറും നമുക്കറിയാം റിട്ടയർമെന്റ് ഫണ്ട്സ് കിട്ടാനോ വെക്കേഷൻസ് ലീവുകളോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോഴെന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കിട്ടുന്നതിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എന്താണ് കേസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ കുറച്ച് ലീവോട് കൂടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അനുവദിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബാർഗെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ, 4 പോയിന്റ്സ് ആണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈമിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചാപ്റ്റേഴ്സ് ഇതോടെ കവർ ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്തതാണ്. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും റിവൈസ് ചെയ്തിട്ട് വരിക. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ നടത്താം. ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.